നമസ്കാരം. മാർക്കോ വെറും മാർക്കോ അല്ല, ബ്ലഡി മാർക്കോ. ഹനീഫ് അദാനി സംവിധാനം, നമ്മുടെ രവി ബസു പുള്ളിക്കാരൻ്റെ KGF മ്യൂസിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എഡിറ്റിങ് ഓരോരുത്തരുടെ പേര് എടുത്തു പറയുന്നുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. പടത്തിനെ കുറിച്ച് ഞാൻ പറയാം. ഈ പടം ഇറങ്ങുമ്പോൾ തന്നെ ഇതിന് അണിയറ പ്രവർത്തകർ പറയും ഇതൊരു വയലൻസ് പടമാണ്, വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചോരയിൽ കുളിച്ചൊരു പടമാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും ഒരു വയലൻസ് എന്ന് പറഞ്ഞ ഒരു മലയാളത്തിൽ ഇതുവരെ മുമ്പ് കണ്ടിട്ടില്ല. ഇത്രയും വയലൻസ് അത്രത്തോളം ഇവർ ഈ അണിയറ പ്രവർത്തകർ പറഞ്ഞതിന്റെ 100ൽ 110% നീതി പുലർത്തിക്കൊണ്ട് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലോട്ട് ഇട്ട് തന്ന ഈ ഒരു പടം അടിപൊളിയായിട്ട്. പിന്നെ കഥ എന്ന് പറയാൻ അത്ര ആഴത്തിലുള്ള കഥയല്ല, നോർമൽ ഒരു കഥ തന്നെയാണ്. ആ കഥനെ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വയലൻസിലോട്ട് എത്തുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഫാമിലിന്റെ അകത്ത് സംഭവിക്കുന്നതും അതിനുണ്ടാകുന്ന ഒരു റിവെഞ്ചും കാര്യങ്ങളെല്ലാം ഒരു വയലൻസ് രൂപത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും, അതിന്റെ ഭീകരത എത്ര ഉണ്ടാവും എന്നുള്ളതെല്ലാം കഴിഞ്ഞ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു പടം ഉണ്ടല്ലോ, കിൽ എന്ന് പറഞ്ഞ പടം, നമുക്ക് അതിലൂടെ മനസ്സിലാകും. പക്ഷെ ഒരു മലയാളം പടം ഇങ്ങനെ ഒരു എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആളുകളിലോട്ട് എത്തും, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ സ്വീകരിക്കും എന്നതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മാർക്കോ എന്ന് പറഞ്ഞ പടം. ഹനീഫ് അദാനി നമുക്കറിയാം, നമ്മുടെ മിക്കായലില്, പിന്നെ ബോസൻകോ, ഇതെല്ലാം സംവിധാനം ചെയ്ത, മമ്മൂട്ടിനെ വെച്ചെടുത്തൊരു പടം എല്ലാം സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ്. മിക്കായലിലെ മാർക്കോ, ഇതിലെ മാർക്കോയും രണ്ടാണ്. എല്ലാവരും അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള സംസാരമൊക്കെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, അത് ഇത് എന്നുള്ള ലെവലിലാണ് പോയിരിക്കുന്നത്. പിന്നെ പറഞ്ഞു വരുന്നത് ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഒരു ആക്ഷൻ ബ്ലഡി മൂവിയാണ് ഈ പറഞ്ഞ മാർക്കോ. അത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു പടമാണ് ഈ പറഞ്ഞ മാർക്കോ. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഓരോരുത്തരുടെ എഫേർട്ട് അത് എങ്ങനെയൊക്കെയാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് നമുക്ക് നമ്മളെ പേടിപ്പിക്കണോ, വയലൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊടൂര വില്ലന്മാർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പേടിപ്പിക്കുന്നത് KGF പോലുള്ള പടങ്ങളിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന കുറെ വില്ലന്മാരുണ്ടല്ലോ, അവര് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിലൊരു ഭയം വരും. ആ ഒരു ഭയത്തിനനുസരിച്ച് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവന്റെ കാസ്റ്റ് ചെയ്ത ഓരോരോ ആൾക്കാർ വില്ലന്മാരുടെ ആ ഒരു ഫേസ്, അവന്റെ താടി, അവന്റെ ഒരു ലുക്ക്, കാര്യങ്ങളെല്ലാം ആ ഒരു കാര്യത്തിൽ ഇവര് കറക്റ്റ് അറിഞ്ഞ് പണി വെച്ചിട്ടുണ്ട് ഈ ഒരു ഇതിന്റെ ക്രൂ. പിന്നെ മ്യൂസിക്, എന്റെ പൊന്നെ, പടം തുടങ്ങി എഴുതി കാണിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്ലഡ് പാട്ട് തുടങ്ങുമല്ലോ, ആണായി പിറന്നോനെ ഉണ്ട്, അവിടെ തൊട്ട് ഇങ്ങനെ എണിച്ച് നിൽക്കായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ പോയി പിന്നെ ഫാമിലിന്റെ കഥ, അവരുടെ ഇമോഷണൽ കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്ത് മാർക്കോനെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്ത് ഇങ്ങനെ ഒരു പീക്ക് ലെവലിൽ പോയി ഇന്റർവ്യൂവിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ ഇരുന്ന് പിന്നെ അങ്ങോട്ട് ഒരു കോംപ്രമൈസും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വയലൻസ് ആണ് ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഇതില് ദയവ് ചെയ്ത് എങ്ങനെയുള്ള വയലൻസ്, എങ്ങനെയുള്ള കുത്ത് വെട്ടി പിന്നെ ചോര കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് കാണിച്ചു തന്നിട്ട് അതൊക്കെ ഇഷ്ടപ്പെടുന്ന പടം, സിനിമ കാണുമ്പോൾ അതെല്ലാം ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ ഒരു പടത്തിന് പോയാൽ മതി. അല്ലാത്തവർക്ക് എത്ര പേർക്ക് ഇത് കണക്ട് ആവും, എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എത്ര പേര് കണ്ണടച്ചിരിക്കുന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇന്റർവ്യൂവിന് ശേഷം കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത്, അത് എത്ര മനക്കെട്ടുള്ളവരാണെങ്കിലും ഒന്ന് ഇങ്ങനെ അയ്യോണ്ട് ഇങ്ങനെ കാണിച്ചു പോകും. അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ആ വില്ലന്മാരെ കണ്ട് അങ്ങനെ മുറമുട്ടി അങ്ങോട്ട് വരയ്ക്കാൻ തോന്നുന്നു, കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരെണ്ണം പൊട്ടിക്കണം എന്നുള്ള ലെവലിൽ തോന്നുന്നു. അഫട്ടെ നമ്മുടെ അടി. അങ്ങനെയാണ് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത്. അതിലൊരു രക്ഷ. എഡിറ്റിങ് പറഞ്ഞു പണി വെച്ചിട്ടുണ്ട്. എഡിറ്റിങ് ആ ലെവലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു സംഭവം ഉണ്ട്, ഉണ്ണിമുകുന്ദൻ അതിലോട്ട് വരുന്ന സമയത്ത് ഒരു സ്റ്റെയർ കേസ് കയറിപ്പോയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് മോനെ. അത് സിംഗിൾ ഷോട്ട് പോലെയാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും അതിഗംഭീരമായിട്ടാണ് ഇത് പടം എടുത്തിരിക്കുന്നത്. ഒരു ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക്, ഒരു ഗ്രിഡ് സൈസ് ഉള്ള അങ്ങനെ ഒരു കളറിങ് പോലുള്ള പരിപാടികളാണത്. എന്ന് വെച്ചാൽ ഒരുപാട് ഇതല്ല, നമ്മുടെ ഭീഷ്മപർവ്വം കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഫേസ്, അങ്ങനെയാണ് വെച്ച് ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നത്. സിദ്ദിഖ് ജോർജ് എന്ന കഥാപാത്രം പുള്ളി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീട്ടിനകത്തൊക്കെ വില്ലന്മാര് കയറി വരുന്ന സമയത്ത് ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഈ ജയിലർ ലിയോയിലെ കണ്ടിട്ടുണ്ടല്ലോ, ഫാമിലിനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഒരു ഗൃഹനാഥൻ അവിടെ എന്താ ചെയ്യുന്നുള്ളത്,
പുള്ളി അതെല്ലാം അടിപൊളി. നമുക്കത് അതാണ് പറഞ്ഞത്, ഇന്റർവ്യൂ ശേഷം നമുക്കൊരു ഗൂപ്സ് ബംസ് വരുന്ന തരത്തിലുള്ളതാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയും ഒരു ഇതാണ്, ഒരു ഇമ്പാക്റ്റാണ് നമുക്ക് ആ പടത്തിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത് ഈ ഒരു പടം മാർക്കോ. അത് തന്നെ ഉണ്ണി മൂന്നൻ്റെ ഒരു കരിയർ ബെസ്റ്റ് ഒരു ആക്ഷൻ മൂവി തന്നെ ആയിരിക്കും. കാരണം ഓരോ അടി കിൻഡലാണ് വരുന്നത്. ആ ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ അത്. പിന്നെ അത് പറഞ്ഞത് മ്യൂസിക്, ഇതിന്റെ മ്യൂസിക് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ രവി സാർ ഒരു രക്ഷയിലാണ്. നമ്മുടെ തിയേറ്ററിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴും ആ ഒരു അമ്പരപ്പ് ഇങ്ങനെ നിൽക്കണം നമ്മുടെ തലയ്ക്ക് ഒരു പെരുപ്പമായിട്ട്, അതിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ജഗദീഷ് ഒരു കൊടൂര വില്ലൻ എന്ന് വെച്ചാൽ പുള്ളി നല്ല രീതിയിലൊരു വില്ലനിസമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അത്ര വില്ലനിസം നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇല്ലെങ്കിൽ കൂടി പുള്ളി നമ്മളൊരു പേടിപ്പിക്കുന്ന തരത്തിലൂടെയുള്ള ഒരു ഇൻട്രഡക്ഷനിലൂടെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്, ആ ഒരു രീതി. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റു ആർട്ടിസ്റ്റുകളായിക്കോട്ടെ എല്ലാവരും അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസിന് എല്ലാവർക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട്. പടം 2:35 മണിക്കൂറുണ്ട് ഈ പടം. ആ ഒരു പടം നമ്മൾ കണ്ണെടുക്കാൻ പറ്റാത്ത ലെവലിലാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അതാണ് ആക്ഷനും ഈ വയലൻസിനും അവർ പറഞ്ഞതിന് മേലെ നീതി പുലർത്തിയ ഒരു പടമാണ് ഈ ഒരു ഇത്. ഒരു ഇന്റർവെൽ സീനൊക്കെ ഉണ്ട്, ഒരു കൈ കെട്ടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു, നമ്മുടെ ഈ പുഷ്പ 2 ഇങ്ങനെ കൈ കെട്ടിയിട്ടും കാല് കെട്ടിയിട്ടും മറ്റേ കടിച്ചു പറിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടി മലയാള സിനിമയിൽ അത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചത്. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു നമുക്കൊരു തമിഴ് തെലുങ്ക് പടം ഒരു ആക്ഷൻ പടം കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് എത്ര സംതൃപ്തി കിട്ടുന്നു, അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ മലയാള സിനിമ കാണുമ്പോൾ നമുക്ക് സംതൃപ്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മാർക്ക് കൊണ്ടിട്ടായിരിക്കും. അങ്ങനെ ഒരു വയലൻസ് പടമായിട്ടുള്ളത് എന്തായാലും ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതാണ് പറഞ്ഞത്, ഈ ഒരു ഇതിനോടൊക്കെ താല്പര്യം, ഇത് കണ്ടെന്നും വലിയ കുഴപ്പമില്ലാത്തവരൊക്കെ, ഈ ഒരു മനക്കെട്ടിയുള്ളവരൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് അത്രയും നല്ലതായിരിക്കും. കാരണം ഇല്ലാത്തവർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റിയതുമില്ല. കാരണം അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ കണ്ടു തലകറങ്ങി വീണു എന്നൊക്കെ പറഞ്ഞു. അത്രത്തോളം ഒരു ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യേണ്ട പച്ചയ്ക്ക് അത് നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, എന്താണ് വില്ലൻ ഒരു രക്ഷയില്ല. അതാണ് പറഞ്ഞത്, നമ്മളെ അയ്യോ ഇപ്പം വന്ന എന്ത് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഈ വില്ലന്റെ ഒപ്പം മുട്ടി നോക്കുമോ, അങ്ങനത്തെ തരത്തിലുള്ള ഒരു കാസ്റ്റിംഗ് ആണ് ഈ പറഞ്ഞ മാർക്കോയിൽ വില്ലന്റെ കൂടെയുള്ള കൂട്ടാളികൾക്കൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടം വേറെ ലെവലാണ്. ഉണ്ണിമൂന്തന്റെ തന്നെ വേറെ ഇതിലോട്ട് പോയ ലെവലാണ്. എന്തായാലും മാർക്കോ തന്നെയാണ്, ചോരയിൽ കുളിച്ച മാർക്കോ.